നമസ്കാരം. 2 ദിവസത്തെ ധ്യാനമിരിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തി. ഗസ്റ്റ് ഹൗസിൽ വിശ്രമത്തിനു ശേഷം അല്പസമയത്തിനകം ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ബോട്ട് മാർഗമാണ് വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത്. തുടർന്ന് അദ്ദേഹം അവിടെ ധ്യാനമിരിക്കും. നിശ്ചയിച്ചതിനേക്കാൾ 1 മണിക്കൂർ വൈകിയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിൽ വിമാനം ഇറങ്ങിയത്. അനുകൂല കാലാവസ്ഥയായതിനാൽ വ്യോമസേന ഹെലികോപ്റ്ററിൽ അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോയി. മറ്റ് 2 ഹെലികോപ്റ്ററുകൾ അദ്ദേഹത്തെ അനുഗമിച്ചു. പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ റോഡ് മാർഗം പോകാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. ഇനിയുള്ള 3 ദിവസം പ്രധാനമന്ത്രി കന്യാകുമാരിയിലായിരിക്കും. 2019 തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേദാർനാഥ് ഗുഹയിൽ പ്രധാനമന്ത്രി ധ്യാനമിരുന്നിരുന്നത് വലിയ വാർത്തയായിരുന്നു. ഏതാണ്ട് സമാനമായി തന്നെ 45 മണിക്കൂർ ആണ് വിവേകാനന്ദ പാറയിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനം ഇരിക്കാൻ എത്തിയിരിക്കുന്നത്. അതീവ സുരക്ഷയാണ് പ്രദേശത്തൊക്കെ തന്നെ വിവേകാനന്ദ പാറയിലും കന്യാകുമാരിയിലും ഒക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. അടുത്ത 72 മണിക്കൂർ ശക്തമായ സുരക്ഷാ സംവിധാനമാണ് ഈ പ്രദേശത്തൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. ധ്യാനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി തിരിച്ച് ഡൽഹിക്ക് പോകുക. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മോദിയുടെ ധ്യാനം വലിയ തോതിൽ സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായിരുന്നു, വലിയ ചർച്ചയായിരുന്നു. അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും ഒക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഒന്നിനെയും വകവയ്ക്കാതെ അദ്ദേഹം ധ്യാനമിരിക്കാൻ എത്തിയിരിക്കുന്നു. അദ്ദേഹം 45 മണിക്കൂർ ധ്യാനമാണ് വിവേകാനന്ദ പാറയിൽ ഇരിക്കുന്നത്.